നമസ്കാരം. മൈൻസൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷഹന. നമ്മൾ ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, അവൻ എന്നെ ഭയങ്കര സംശയമാണ്, എന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിയാൻ പോലും സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവൾക്ക് എന്നെ ഭയങ്കര സംശയമാണ്, ഞാൻ എൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സിനോട് പോലും സംസാരിക്കുന്നത് ഇഷ്ടമില്ല എന്നൊക്കെ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സംശയരോഗം അഥവാ ഡെലൂഷണൽ ഡിസോർഡറിനെ കുറിച്ചാണ്. പലരും ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് തൻ്റെ പങ്കാളിക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരവസ്ഥയാണിത്. തീർച്ചയായിട്ടും ഇതൊരു മാരക രോഗമാണ്. എന്തുകൊണ്ടാണ് ഈ സംശയം എന്ന് ചോദിച്ചാൽ യുക്തിരഹിതമായിട്ടുള്ള പല കാരണങ്ങളായിരിക്കും അവർക്ക് പറയാനുള്ളത്. അതായത് അവളിപ്പോൾ ഓഫീസിൽ പോകുന്നത് വളരെയധികം അണിഞ്ഞൊരുങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ വളരെ സുന്ദരിയായിട്ടാണ് പോവാറ്. തീർച്ചയായിട്ടും അവൾക്ക് അവിടെ ആരെയോ കാണാനുണ്ട്. അല്ലെങ്കിൽ അവനിപ്പോൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, അവൻ അവിടെ ഏതോ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു കാമുകി ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട്. കേൾക്കുന്നവർക്ക് സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളുമായിരിക്കും ഇത് എന്നുള്ളതാണ്. അതായത് തൻ്റേത് മാത്രമെന്ന് കരുതുന്ന ഒരാൾ ആ സ്നേഹം മറ്റാർക്കൊക്കെയോ പങ്കിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള അവ്യക്തമായിട്ടുള്ള ഒരു ചിന്തയാണിത്. ഇതിനെ ഡെലൂഷൻ ഓഫ് ഇൻഫെഡിലിറ്റി എന്ന് പറയും. അതായത് പലപ്പോഴും ഒരു ജലസിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു പ്രശ്നം പിന്നീട് ഒരു സംശയരോഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും അവരുടെ പരിശുദ്ധി തെളിയിക്കാൻ പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തലായി. അതായത് അവരെപ്പോഴാണ് ഓൺലൈനിൽ വരുന്നത്, എപ്പോഴാണ് ഓൺലൈനിൽ നിന്ന് പോകുന്നത്, അവരുടെ ലാസ്റ്റ് സീൻ എപ്പോഴായിരുന്നു, അതുപോലെ അവരുടെ ചാറ്റ് ഹിസ്റ്ററിയും കോൾ ഹിസ്റ്ററിയും ഒക്കെ കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക, അവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവരുടെ പിറകെ നടന്ന് ഫോളോ ചെയ്യുക. അങ്ങനെ പലതരത്തിലും ഇവരിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഒരു ഓവർ കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു ഓവർ പ്രൊട്ടക്റ്റിംഗ് ഒക്കെ ആയിരിക്കും. അതായത് പാർട്ട്ണറുടെ കൂടെ അല്ലാതെ പുറത്തു പോവരുത്, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ സംസാരിക്കരുത്, അല്ലെങ്കിൽ ഇവർ വിളിക്കുമ്പോൾ നമ്മുടെ ഫോൺ ബിസി ആവരുത്. അത്തരത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും ഇവർ വെക്കുന്നത്. ഷേക്സ്പിയറിന്റെ വളരെ പ്രധാനപ്പെട്ട നാടകത്തിലെ വിഖ്യാതമായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്, ഒഥല്ലോ. അതായത് തൻ്റെ കൂട്ടുകാരൻ്റെ വാക്ക് കേട്ട് ഭാര്യയെ സംശയിക്കുകയും അവരുടെ ചാരിത്രശുദ്ധിയെ സംശയിക്കുകയും പിന്നീട് ആ സംശയം ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ അവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരാളുടെ കഥയാണിത്. അങ്ങനെ ഈ ഒഥല്ലോ എന്നുള്ള കഥാപാത്രത്തെ ആസ്പദമാക്കിയിട്ട് പിന്നീട് സംശയരോഗത്തെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിയിൽ ഒഥല്ലോ സിൻഡ്രോം എന്ന് വിളിക്കുകയുണ്ടായി. ഈ ഒരു ഒഥല്ലോയുടെ സ്റ്റോറിനെ ആസ്പദമാക്കിയിട്ട് മലയാളത്തിൽ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. അതായത് സുരേഷ് ഗോപിയും മഞ്ജു വാര്യറും കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള കളിയാട്ടം എന്നുള്ള സിനിമ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഒഥല്ലോ സിൻഡ്രോം എന്ന് പറയുമ്പോൾ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയും പിന്നീട് നമ്മുടെ ജീവിത പങ്കാളിയോട് ഒരു സംശയം തോന്നുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത്. തീർച്ചയായിട്ടും മദ്യം, മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാത്തവരിലും ഇത് കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ സംശയരോഗത്തിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ജനിതകമായിട്ടും പാരമ്പര്യമായിട്ടൊക്കെ ഇത് കിട്ടാറുണ്ട് നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയിൽ നിന്ന്. അതായത് നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കോ അതുപോലെ നമ്മുടെ ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേ ബി അവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഡോപ്പമിൻ്റെ അളവ് ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുമ്പോൾ അത് നമ്മുടെ അകത്ത് ഒരു അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇടയുണ്ട്. തീർച്ചയായിട്ടും ഡോപ്പമിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. അതായത് നമുക്കൊരു കോൺസെൻട്രേഷൻ കിട്ടാൻ അല്ലെങ്കിൽ ഒരു ഏകാഗ്രത കിട്ടാൻ, അതുപോലെ നമ്മുടെ ബോഡിയിൽ എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ് തുടങ്ങിയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ടാവാനൊക്കെ ഈ ഡോപ്പമിൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അളവ് ഇങ്ങനെ ഒരു ക്രമാതീതമായിട്ട് ഇതിൻ്റെ തോത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു ഡെലൂഷണൽ ഡിസോർഡറിന് കാരണമാവുന്നു. പലപ്പോഴും ഇതിൽ സഫർ ചെയ്യേണ്ടി വരുന്നത് ഈ സംശയരോഗിയായിട്ടുള്ള വ്യക്തിയുടെ പാർട്ട്ണർ ആയിരിക്കും. കാരണം അവർക്ക് ഇങ്ങനെ അവരുടെ നിരപരാധിത്യം, അതുപോലെ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പാർട്ട്ണറോട് എപ്പോഴും കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ലോയൽറ്റിയും നിഷ്കളങ്കതയൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇത് അവരുടെ മനസ്സിൽ ഒരുപാട് ട്രോമാസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ പലപ്പോഴും ഉണ്ടാവുന്ന ഈ ആർഗ്യുമെൻറ്റ്സ്, ഇതിൻ്റെ പേരിലുണ്ടാവുന്ന ഫൈറ്റൊക്കെ അവരിൽ ഒരുപാട് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും അവർക്കിത് മറ്റൊരാളോട് ഷെയർ ചെയ്യാനും കഴിയില്ല. കാരണം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ട് പലപ്പോഴും അവരും ഇവരെ അവിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ്. തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ, എന്തേലൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും പലരും സംസാരിക്കുന്നത്.
സോ അതുകൊണ്ട് തന്നെ ഇവരിത് മറ്റുള്ളവരോട് പറയാൻ മുതിരാറില്ല. അത് മാത്രമല്ല, ഈ സംശയരോഗിയായിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ പലപ്പോഴും അവരവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഓഫീസിലൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, വളരെ മാന്യന്മാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ പലതും നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നാണല്ലോ. സോ ഈ ഒരു സംശയരോഗം പിന്നീട് ഒരുപാട് കുടുംബകലഹത്തിലേക്കും അതുപോലെ ഡിവോഴ്സിനൊക്കെ കാരണമാവാറുണ്ട്. ഈ സംശയരോഗം ഇതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ അത് പിന്നീട് ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ടും, അതായത് കുടുംബത്തിൽ കൊലപാതകങ്ങൾക്കും അതുപോലെ ആത്മഹത്യകൾക്കൊക്കെ കാരണമാവാറുണ്ട്. നമ്മളൊക്കെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഭാര്യയോടുള്ള ഒരു സംശയം കാരണം ഭർത്താവ് ഭാര്യയെയും പിന്നീട് മക്കളെയും കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു. അത്തരത്തിലുള്ള ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷേ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രയാസകരമാണ്, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും അവർ ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവാറില്ല എന്നുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ പോയിക്കോ, ഞാൻ എന്തിനാ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ റെസ്പോൺസ്. അവരുടെ കണ്ണിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല, കംപ്ലീറ്റ്ലി ഓൾറൈറ്റ് ആണ്, അവർ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ ചികിത്സിക്കാൻ എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും ഡോക്ടറെ കാണണം എന്നൊന്നും പറയാൻ സാധിക്കില്ല. പകരം ഇതിൻ്റെ പേരിലുണ്ടാവുന്ന ഇടയ്ക്കിടയ്ക്ക് ഒരു കുടുംബകലഹമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. സോ ഞാനതിൽ ഒരുപാട് മെൻ്റൽ ട്രോമാസൊക്കെ എനിക്കുണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്ര ഓക്കെ അല്ല, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നുകൂടെ റെഡിയാക്കാൻ നമുക്കൊരു ഫാമിലി കൗൺസിലിംഗ് എടുക്കാം എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ചുകൂടെ സോപ്പ് ഇട്ടിട്ട് മാത്രമേ ഇവരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫാമിലി കൗൺസിലിംഗ് കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ മാത്രം കാണിച്ചിട്ട് കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പലപ്പോഴും സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണിക്കേണ്ടി വരും. കാരണം ഡോപ്പമിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സംശയരോഗം. അതുകൊണ്ട് തന്നെ ഡോപ്പമിൻ്റെ കൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഡോപ്പമിൻ ഇംബാലൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, അതായത് ആൻറ്റി സൈക്കോട്ടിക്സ് ഒക്കെ കഴിക്കേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സൈക്കോ തെറാപ്പീസും എടുക്കേണ്ടി വരും. നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ, ട്രീറ്റ്മെൻറ്റിന് പേഷ്യൻ്റ് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സംശയരോഗം പൂർണ്ണമായിട്ടും പതിയെ മാറ്റാൻ സാധിക്കും. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോട് വേണ്ട രീതിയിലുള്ള എക്സ്പേർട്ടിൻ്റെ സഹായം തേടാൻ നിർദ്ദേശിക്കുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.